ജർമ്മനിയിലെ ഏറ്റവും പഴക്കമുള്ളതും പ്രശസ്തവുമായ രണ്ട് ക്രിസ്മസ് മാർക്കറ്റുകളാണ് ന്യൂറൻബർഗിലെയും ഡ്രെസ്ഡനിലെയും. വലുതായാലും ചെറുതായാലും നഗരത്തിലായാലും ഗ്രാമപ്രദേശത്തായാലും എല്ലാ ക്രിസ്മസ് മാർക്കറ്റുകൾക്കും അതിൻ്റേതായ ഒരു മനോഹാരിതയുണ്ട്, പ്രത്യേകതകളുണ്ട്. ജർമ്മനിയിൽ ഓരോ വർഷവും 3000-ഓളം ക്രിസ്മസ് മാർക്കറ്റുകളാണ് ഈ ഒരു സീസണിൽ തുറക്കുന്നത്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെയും നമുക്ക് സന്ദർശകരായി ഈ മാർക്കറ്റുകളിൽ കാണാം. വിൽപ്പന സ്റ്റാളുകളിലും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരെയും കാണാം. ഇന്ന് നമ്മൾ 3 ക്രിസ്മസ് മാർക്കറ്റുകളാണ് സന്ദർശിക്കുന്നത്. ഈ ക്രിസ്മസ് മാർക്കറ്റ് ഓബർഹൗസൻ എന്നു പേരുള്ള വെസ്റ്റ് ജർമ്മനിയിലെ ഒരു സിറ്റിയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 2010 വേൾഡ് കപ്പ് ഫുട്ബോളിൽ ജർമ്മനി ജയിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്ത പോൾ എന്നു പേരുള്ള ഒക്ടോപ്പസ് ഇവിടെയുള്ള ഒരു അക്വേറിയത്തിലാണ് ജീവിച്ചിരുന്നത്. ഈ ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത് യൂറോപ്പിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ എന്ന് പേര് കേട്ട ഒബർഹൗസനിലുള്ള സെൻട്രോ എന്ന ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ മുമ്പിലാണ്. ഒരു കാലത്ത് സ്റ്റീൽ ഇൻഡസ്ട്രിക്കും കൽക്കരി മൈനിങ്ങിനും പ്രശസ്തമായിരുന്നു ഒബർഹൗസൻ. ജർമ്മൻ ക്രിസ്മസ് മാർക്കറ്റുകളിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഐറ്റമാണ് സാൽമൺ ഫിഷ് ബാർബിക്യൂ ചെയ്തത്. ഇതിൻ്റെ പേര് ഫ്ലം ലാക്സ്. ജാസ്മിൻ റൈസിൻ്റെ കൂടിയാണ് ഇത് കഴിക്കുന്നത്. ഈ മത്സ്യത്തിൽ ഒമേഗ-3 ഫാറ്റി ആസിഡ് വളരെ അധികമുണ്ടത്രേ. ഈ കാണുന്നതാണ് ഡിസ്റ്റിൽഡ് ലിക്വർ. നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ എല്ലാ ഫ്രൂട്ട്സും നട്ട്സും ഫ്ലേവറും എല്ലാം ഉപയോഗിച്ച് വിവിധ കോമ്പിനേഷനിലും കളറുകളിലും ഉണ്ടാക്കിയിരിക്കുന്ന ലിക്വറാണ് ഈ കാണുന്നത്. ഡിസ്റ്റിലറിക്ക് പറയുന്നത് ബ്രെന്നറായി എന്നാണ്. ജർമ്മനിയിൽ മൊത്തം രജിസ്റ്റേർഡ് ആയിട്ടുള്ള 11,000 ഡിസ്റ്റിലറികളാണുള്ളത്. 2018 മുതൽ 1/2 ലിറ്ററിൽ കൂടുതൽ ആൽക്കഹോൾ വീട്ടിൽ ഡിസ്റ്റിൽ ചെയ്താൽ അത് ഇല്ലീഗലാണ്. എന്നാൽ രജിസ്ട്രേഷനോടുകൂടി നമുക്ക് ഡിസ്റ്റിൽ ചെയ്യാനും ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യാനും ലീഗലി പെർമിഷനുണ്ട്. ലൈസൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽക്കഹോളിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അതിന് ടാക്സ് അടയ്ക്കണമെന്നും നിർബന്ധമുള്ളതാണ്. ഇവിടെ വച്ചിരിക്കുന്ന വിവിധ തരം കോമ്പിനേഷൻസിലുള്ള ലിക്വറിൻ്റെ പേര് വായിച്ചാൽ തന്നെ വളരെ വിചിത്രമായ പേരുകളായിട്ട് നമുക്ക് തോന്നും. ആൽക്കഹോളിൻ്റെ പേരുകൾക്ക് വളരെ ഫണ്ണി ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. കളേഴ്സും വളരെ അട്രാക്റ്റീവാണ്. നമ്മളിപ്പോൾ പോകുന്നത് സ്പൈസസ് വിൽക്കുന്ന കടയിലേക്കാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ എല്ലാ ജാതി സ്പൈസസും ഇവിടെയുണ്ട്. അത് ആഫ്രിക്കൻ സ്പൈസസ് ആവട്ടെ, ഏഷ്യൻസിൻ്റെ ആവട്ടെ, അമേരിക്കൻ, സൗത്ത് അമേരിക്കൻ, നോർത്ത് അമേരിക്കൻ, മെഡിറ്ററേനിയൻ, യൂറോപ്യൻ, ഇനി യൂറോപ്പിലെ തന്നെ വിവിധ രാജ്യങ്ങളിലുള്ള സ്പൈസസും ഇവിടെ നമുക്ക് കണ്ടുകിട്ടും. കൈകൾ കൊണ്ട് തുന്നിയുണ്ടാക്കിയ തൊപ്പികളും കയ്യുറയും ഷോൾസുമെല്ലാം ക്രിസ്മസ് മാർക്കറ്റിൽ വിറ്റ് അതുകൊണ്ട് കിട്ടുന്ന പൈസ ചാരിറ്റിക്ക് കൊടുക്കുന്നത് ക്രിസ്മസ് സീസണിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ സ്റ്റോളിൽ നമ്മൾ കാണുന്നത് തടി കൊണ്ടുണ്ടാക്കിയ വിവിധ ശില്പങ്ങളും വീട്ടുപകരണങ്ങളും അതുപോലെ പുൽക്കൂട്ടിൽ നമ്മൾ വയ്ക്കുന്ന മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങളും അതുപോലെ പുൽക്കൂടും ഈ കൂട്ടത്തിലുണ്ട്. ഒലിവ് തടികൾ പൊതുവെ ഈടുള്ളതും വളരെ പഴക്കമുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ അതിന് നല്ല വിലയുമുണ്ട്. കായ്കൾ ഉണ്ടാകാത്ത മരങ്ങളിൽ നിന്ന് മാത്രമേ ഇത്തരം വസ്തുക്കൾ ഉണ്ടാക്കാൻ തടി ഉപയോഗിക്കുന്നുള്ളൂ. മനോഹരമായ ഒലിവ് തടി കൊണ്ടുള്ള ഇത്തരം സമ്മാനങ്ങൾക്ക് നല്ല കെയറും ആവശ്യമാണ്. ഇത് ക്രിസ്മസ് ഗിഫ്റ്റിന് പറ്റിയ സാധനങ്ങളാണ്. പോക്കറ്റിൻ്റെ കനം നോക്കിയിട്ട് വാങ്ങാൻ പറ്റൂ എന്ന് മാത്രം. വ്യത്യസ്തമായ ഡിസൈനിലുള്ള സ്പൂൺസും കലാരൂപങ്ങളും അതുപോലെ ക്രിസ്മസ് ട്രീയും എന്നു വേണ്ട അബ്സ്ട്രാക്റ്റ് എന്ന് തോന്നുന്ന രീതിയിലുള്ള വസ്തുക്കളും ഇവിടെ കാണുന്നുണ്ട്. ക്രിസ്മസ് മാർക്കറ്റുകളിൽ ഡെക്കറേഷനായി ഉപയോഗിക്കുന്ന ഒരു ഫിഗറാണ് നട്ട് ക്രാക്കർ. 17-ാം നൂറ്റാണ്ടിൽ ഒരു ജർമ്മൻ എഴുത്തുകാരൻ എഴുതിയ കഥയാണ് ദ നട്ട് ക്രാക്കർ ആൻഡ് ദ മൗസ് കിങ്. ഈ കഥയിലെ ദുഷ്ടനായ മൗസ് കിങ്ങിനെ തോൽപ്പിക്കാൻ ഒരു പെൺകുട്ടിയെ ക്രിസ്മസ് ഈവനിങ്ങിൽ നട്ട് ക്രാക്കർ സഹായിക്കുന്നു. ഒരു ബാലറ്റ് ആവിഷ്കാരത്തിലൂടെ യൂറോപ്പിലെങ്ങും നട്ട് ക്രാക്കർ എന്ന ക്യാരക്ടർ വളരെ പോപ്പുലറായി. എല്ലാ കുട്ടികൾക്കും നട്ട് ക്രാക്കറിൻ്റെ പാവയെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ജർമ്മനിയിലുള്ള മരം കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്ന കച്ചവടക്കാർ നട്ട് ക്രാക്കറിൻ്റെ മരത്തിലുള്ള ശില്പങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നട്ട് ക്രാക്കർ പോപ്പുലറായത്.
സ്റ്റോളിൽ കാണുന്ന സാധനങ്ങളെല്ലാം ഗ്ലാസുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. വിവിധ തരത്തിലുള്ള അലങ്കാര വസ്തുക്കളാണ് ഗ്ലാസ് കൊണ്ട് ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ചിലതെല്ലാം കണ്ടാൽ ഗ്ലാസ് കൊണ്ട് തന്നെയാണോ ഇവ ഉണ്ടാക്കിയിരിക്കുന്നത് തോന്നും. കാരണം അത്ര നന്നായി ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുമുണ്ട് നട്ട് ക്രാക്കേഴ്സ്, പാവക്കുട്ടികൾ, ഫ്ലവർ പോട്ട്, തിരികൾ, ക്രിസ്മസ് ട്രീ, അങ്ങനെ പോകുന്നു ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ. ക്രിസ്മസ് മാർക്കറ്റുകളിലെ ഏറ്റവും പോപ്പുലറായ 2 ഡ്രിങ്ക്സാണ് ഗ്ലൂ വൈനും പുഞ്ച് എന്നുള്ളതും. റെഡ് വൈൻ അല്ലെങ്കിൽ റോസ് വൈനിൽ ഷുഗറും വിൻ്റർ സ്പൈസസും ചേർത്ത് ചൂടാക്കിയതാണ് ഗ്ലൂ വൈൻ. വിൻ്റർ സ്പൈസസ് എന്താണെന്നല്ലേ? നമ്മുടെ ഇന്ത്യൻ അടുക്കളയിൽ സാധാരണ ഉപയോഗിക്കുന്ന ഇഞ്ചി, ഏലക്കായ്, ഗ്രാമ്പൂ, കറുകപ്പട്ട, ജാതിക്ക, ഇതെല്ലാം യൂറോപ്പിൽ വിൻ്റർ സമയത്ത് മാത്രമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിൻ്റർ സ്പൈസസ് എന്നാണ് ഇതിനെ പറയുന്നത്. എന്നാൽ പുഞ്ച് എന്നുള്ള ഡ്രിങ്ക് ബ്രിട്ടീഷുകാർ 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് കൊണ്ടുവന്നതാണ്. പുഞ്ച് എന്നാൽ പാഞ്ച് എന്നുള്ള ഹിന്ദി വാക്കിൽ നിന്നാണ് വരുന്നത്. 5 ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ടാണ് അതിനെ പുഞ്ച് എന്ന് പറയുന്നത്. ചാരായം, ബ്രാൻഡി, റം, ഇതിലേതെങ്കിലും ആൽക്കഹോളിൻ്റെ കൂടെ പഞ്ചസാരയും ചായയും നാരങ്ങ നീരോ ഓറഞ്ചോ പൈനാപ്പിളോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രൂട്ടും പിന്നെ വിൻ്റർ സ്പൈസസും ഉപയോഗിച്ച് ചൂടാക്കി കുടിക്കുന്നതാണ് പുഞ്ച് എന്നുള്ള ഡ്രിങ്ക്. ഗ്ലൂ വൈനിൽ വൈൻ മാത്രം ചേർക്കുമ്പോൾ പുഞ്ച് എന്ന ഡ്രിങ്കിൽ വീര്യമുള്ള ആൽക്കഹോളാണ് ചേർക്കുന്നത്. ക്രിസ്മസ് മാർക്കറ്റിൽ വിൻ്റർ സ്പൈസസ് ഉപയോഗിക്കുന്ന മറ്റൊരു ഐറ്റമാണ് ലേബ് കൂഹൻ അഥവാ ജിഞ്ചർ ബ്രെഡ്. ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ജിഞ്ചർ ബ്രെഡ് അഥവാ ലേബ് കൂഹൻ എല്ലാ മാർക്കറ്റുകളിലും കാണാം. ജിഞ്ചർ ബ്രെഡ് പല ആകൃതിയിലും വലിപ്പത്തിലും ഡിസൈനിലും കാണാറുണ്ട്. ഇവിടെ കാണുന്നത് മരം കൊണ്ടുള്ള ചെറിയ ചെറിയ ശില്പങ്ങൾ. അത് എത്ര സൂക്ഷ്മമായിട്ടാണ് അവരത് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കൂ. ഞങ്ങളുടെ സിറ്റിയിലുള്ള ക്രിസ്മസ് മാർക്കറ്റാണ്. ഇത് ചെറിയൊരു മാർക്കറ്റാണ്, പക്ഷേ ഇത് നല്ല മനോഹരമായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. അതായത് TP ടെൻസ് അഥവാ TP കൂടാരങ്ങളുടെ മാതൃകയിലാണ് ഓരോ സ്റ്റോളും ഒരുക്കിയിരിക്കുന്നത്. നേറ്റീവ് അമേരിക്കൻസ് ഇതുപോലുള്ള ചെറിയ TP കൂടാരങ്ങളിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കൂടാരങ്ങളിലായിട്ടാണ് ഓരോ സ്റ്റാളുകളും ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത്. ചെറിയ മേശകളും കസേരകളും മരത്തിലുണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ പകലായതുകൊണ്ട് അധികം ആളുകളില്ലെങ്കിലും മിക്കവാറും ആളുകൾ അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് മാർക്കറ്റിൽ വരുമ്പോൾ നല്ല ഇലുമിനേഷനെല്ലാമായിട്ട് അതിമനോഹരമായിരിക്കും കാണാൻ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ജർമ്മനിയിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റായ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലൻ്റെ തലസ്ഥാന നഗരമായ ഡ്യൂസൽഡോർഫ് എന്ന സിറ്റിയിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ്. 18 മില്യൺ ആളുകളാണ് ഈ സ്റ്റേറ്റിലുള്ളത്. ഇത് ഡ്യൂസൽഡോർഫിൻ്റെ ഹൃദയഭാഗമായ റാറ്റ് ഹൗസ് അഥവാ ടൗൺ ഹാളിൻ്റെ മുമ്പിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് നോക്കാം.
ഇവിടെ കാണുന്ന മിക്കവാറും സാധനങ്ങൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതും യുണീക്കായിട്ടുള്ളതും ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ക്രിസ്മസ് സമ്മാനങ്ങളായിട്ട് ഇവ വാങ്ങാവുന്നതാണ്. ഇനി ഇവിടെ കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് സവാളയും കൂട്ടി ചുട്ടെടുത്ത റൈബക്കൂഹനാണ് ഇതിലേറ്റവും ഒന്നാമൻ. നല്ല തണുപ്പുള്ളത് കൊണ്ട് ഇതിൻ്റെ മണം വളരെ ഇൻവൈറ്റിംഗ് ആണ്. മറ്റൊരു ഐറ്റമാണ് കൂണ് കൊണ്ടുള്ള സൂപ്പ്. എരിവും പുളിയും മസാലയും ഒന്നും ഇല്ലാതെയും ഭക്ഷണം രുചികരമാകുമെന്ന് നമ്മളെ ഉറപ്പായിട്ടും മനസ്സിലാക്കി തരുന്ന വിഭവങ്ങളാണ് ക്രിസ്മസ് മാർക്കറ്റിലെ ഇത്തരത്തിലുള്ള സ്നാക്സ്. ഇനി നമ്മൾ പോകുന്നത് ക്യാൻഡിൽ കടയിലേക്കാണ്. നല്ല ഭംഗിയുള്ള വിവിധ തരത്തിലുള്ള തിരികൾ. വിലയും വളരെ വലിയ റേഞ്ചിലാണ്. ഏത് തരത്തിലുള്ള തിരിയാണ് വാങ്ങേണ്ടതെന്നാണ് ഒരു കൺഫ്യൂഷൻ. ഇൻഫ്ലേഷൻ ഒരു റിയാലിറ്റി ആണെന്ന് എനിക്ക് എന്തായാലും മനസ്സിലായി. ആവശ്യവും അനാവശ്യവും അത്യാവശ്യവും വെച്ച് തൂക്കി നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് തൽക്കാലം വാങ്ങാതെ സംയമനം പാലിക്കുക എന്നാണ്. അങ്ങനെ ഒറ്റ തിരിയും വാങ്ങാതെ ഞാൻ തിരിച്ചു പോന്നു. എല്ലാ വർഷവും പുതിയ തരം തിരികൾ ഇവിടെ വരുന്നുണ്ട്. ഡ്യൂസൽഡോർഫ് ടൗൺ ഹാളിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് റൈൻ നദി. റൈൻ നദിയുടെ തീരത്ത് ആദ്യമായിട്ടാണ് ഡ്യൂസൽഡോർഫിൽ ഇങ്ങനെയൊരു ക്രിസ്മസ് മാർക്കറ്റിൻ്റെ സ്റ്റാളുകൾ തുടങ്ങിയിരിക്കുന്നത്. റൈൻ നദിയുടെ തീരത്തുള്ള റോങ്കാലി എന്ന് പേരുള്ള സർക്കസ് തിയേറ്റർ ഗ്രൂപ്പാണ് ആദ്യമായിട്ട് ഇങ്ങനെ ക്രിസ്മസ് സ്റ്റാളുകൾ നദീതീരത്ത് ഒരുക്കുന്നതിന് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ളത് ഭക്ഷണത്തിൻ്റെ സ്റ്റാളുകളാണ്. അതിലേറ്റവും ആദ്യം കാണുന്നത് കറി വൂർസ്റ്റ് എന്നുള്ളതാണ്. കറി വൂർസ്റ്റ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ സോസേജിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇന്ത്യൻ സ്പൈസസും ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഉള്ളിലുള്ള ഇന്ത്യൻ സ്പൈസസും ഇതെല്ലാം കൂടിയപ്പോഴാണ് കറി എന്നുള്ള പേര് വന്നത്. മിക്കവാറും ക്രിസ്മസ് മാർക്കറ്റുകളിൽ ജൈൻറ്റ് വീൽ ഉണ്ടായിരിക്കും. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ഒരു നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടായിരിക്കണം അവർ കരുതുന്നത്. നിക്കോളാസ് അപ്പൂപ്പനെ എല്ലായിടത്തും ഒരു പുസ്തകവുമായിട്ടാണ് കാണുന്നത്. കൊച്ചുകുട്ടികൾക്ക് അവരുടെ നിഷ്കളങ്കതയും ജിജ്ഞാസയും മൂലം അവർ എഴുതിയ എഴുത്തുകൾ സാന്റാക്ലോസ് അപ്പാപ്പൻ വായിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അവർ ചെയ്ത കുസൃതികൾ സാന്റാക്ലോസ് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്നോ ചെയ്ത നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നോ ചിന്തിക്കാനായിരിക്കാം ഇത്തരം ജീനിയസ് സ്റ്റാച്യൂസ്. കാറ്റും തണുപ്പുമുള്ള സമയം ആണെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പവിലിയോൺ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും തണുപ്പ് കൊള്ളാതെ നിൽക്കാം. കാഴ്ചകളും കാണാം. ഇതാണ് മരം കൊണ്ടുള്ള ബോർഡ് ഗെയിംസ്. ട്രഡീഷണലായിട്ട് വളരെ ഇഷ്ടപ്പെട്ട എൻഗേജ്മെൻ്റാണ് വുഡൻ ബോർഡ് ഗെയിംസ്. ചെസ്സും ക്യാരംസും അതുപോലുള്ള മറ്റ് കളികളും പാർട്ടി ഗെയിംസായിട്ട് ആളുകൾ ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ച് തണുപ്പ് സമയത്ത്. മാത്രമല്ല ഇത്തരം ഗെയിംസ് വളരെ ഡ്യൂറബിളുമാണ്. റൈൻ നദി സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പിന്നീട് 6 രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ഓസ്ട്രിയ, നെതർലാൻഡ്സ് ആൻഡ് ലിഹ്റ്റൻസ്റ്റൈൻ. ഈ കാണുന്നതാണ് ഏറ്റവും പഴക്കമുള്ള ലാംബ്രറ്റോസ് പള്ളി. 13-ാം നൂറ്റാണ്ടിൽ പണിത ഈ പള്ളിക്ക് ഒരു ചെരിവുണ്ട്. ഡ്യൂസൽഡോർഫിൻ്റെ ലാൻഡ്മാർക്കാണ് ലാംബ്രറ്റോസ് പള്ളി. എത്ര ദൂരെ നിന്ന് നോക്കിയാലും അതിൻ്റെ ചെരിവ് നമുക്ക് കാണാൻ പറ്റും. ഇത്തരം നിക്കോളാസിൻ്റെ അല്ലെങ്കിൽ സാന്റാക്ലോസിൻ്റെ പ്രതിമകൾ പല സ്ഥലത്തുമുണ്ട്. അതുപോലെ ഓൾഡ് ടൈമർ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ ഓൾഡ് ടൈമർ കാറും എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് റോങ്കാലി സർക്കസ് ഗ്രൂപ്പാണ്. ഇതിൻ്റെ മിക്കവാറും ഇങ്ങനെയുള്ള വാഗണിലാണ് കച്ചവടം നടത്തുന്നത്. ഇത് ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റാണ്. ഗ്ലൂ വൈൻ വിൽക്കുന്ന സ്ഥലം. ഗ്ലൂ വൈൻ ബാൻ എന്ന് പറഞ്ഞാൽ ഗ്ലൂ വൈൻ ട്രെയിൻ എന്നാണ് അർത്ഥം. നോസ്റ്റാൾജിക് ഇഫക്റ്റ് കൊണ്ടുവരാനാകാൻ സാധ്യതയുണ്ട്. ഡ്യൂസൽഡോർഫ് എന്ന് പറഞ്ഞാൽ പഴമയും പുതുമയും ഒരുമിച്ച് വരുന്ന സ്ഥലമാണ്. പട്ടികൾക്കും കുട്ടികൾക്കും പ്രായമായ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും സ്പേസ് ഉള്ള സ്ഥലമാണ് ക്രിസ്മസ് മാർക്കറ്റ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടെൻ്റ് ആയതുകൊണ്ട് തണുപ്പില്ലാതെ കാഴ്ചകൾ കാണാനും സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. റൈൻ നദിയിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളും യാത്രാ കപ്പലുകളും അതുപോലെ 2 വശത്തുമുള്ള 4 നീ ബ്രിഡ്ജസും കൂട്ടമായി പറക്കുന്ന പക്ഷികളും ടെലിവിഷൻ ടവറും എല്ലാം ഇവിടുത്തെ ഹൈലൈറ്റ്സ് ആണ്.
ഫ്ലോക്കൻ കുസ് എന്ന് പറഞ്ഞാൽ ഫ്ലേക്സ് കൊണ്ടുള്ള ചുംബനം. മഞ്ഞ് പോലെ മൃദുലമായ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽക്കുന്നതെന്നാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും കൈകൊണ്ടുണ്ടാക്കിയ കയ്യുറകളും തൊപ്പികളുമാണ് ഇവിടെ കാണുന്നത്. ക്വാളിറ്റിയും വിലയും അതിനനുസരിച്ച് മെച്ചമായിരിക്കും. ഒരു ഓൾഡ് ടൈമർ കാറിൻ്റെ ബോഡി ഉപയോഗിച്ചാണ് ഇവിടെ സ്ട്രീറ്റ് ഫുഡ് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ ഒരു നൊസ്റ്റാൾജിക് ഫാൻ ആണെങ്കിൽ ഇത് ഒരു മസ്റ്റ് ട്രൈ എക്സ്പീരിയൻസ് ആണ്. സ്വന്തമായി വാറ്റിയെടുത്ത ജിന്നും ചാരായവുമാണ് ഇവിടെ വിൽക്കുന്നത്. ക്രിസ്മസ് സീസണ് യോജിച്ച ടേസ്റ്റുകളും ഫ്ലേവറുകളുമാണ് ഇവിടെ വിൽക്കുന്നത്. സോൾട്ടഡ് കാരമൽ, കുക്കീസ് ആൻഡ് ക്രീം, ഹേസൽ നട്ട്സ്, വിൻ്റർ സ്പൈസസ് എന്നൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു പക്ഷേ ക്രിസ്മസ് സീസണ് പറ്റിയ ഡ്രിങ്ക്സ് ആയിരിക്കാം. നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ ക്രിസ്മസ് സമയത്ത് ചുട്ട ചെസ്റ്റ്നട്ട്സ് കഴിക്കുക എന്നുള്ളത് ഈ സമയത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല നോസ്റ്റാൾജിക് എക്സ്പീരിയൻസ് ആണ്. 13-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച കൊട്ടാര ഗോപുരത്തിൻ്റെ ആദ്യത്തെ 3 നിലകൾ പിന്നീട് 15-ാം നൂറ്റാണ്ടിൽ ഒരു ഇറ്റാലിയൻ ആർക്കിടെക്റ്റാണ് പൂർത്തിയാക്കിയത്. ഈ കൊട്ടാര ഗോപുരവും ലാംബ്രറ്റോസ് പള്ളിയുമാണ് ഡ്യൂസൽഡോർഫ് സിറ്റിയുടെ ഏറ്റവും പഴക്കമുള്ള ചരിത്ര സ്മാരകങ്ങൾ.